ഹരേ കൃഷ്ണ. നമുക്കിനി അടുത്തത് 14-ാമത്തെ ശ്ലോകം നോക്കാം. ഇതി ബാലകമാദായ സാമർഗ്യജുരുപാകൃതൈ ജലൈ പവിത്രൗഷധിഭിരഭിഷിജ്യ ദ്വിജോത്തമൈ. ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, അതായത് ഈ ഉണ്ണിയെ ഈ ഒരു രക്ഷാകവചം മന്ത്രങ്ങൾ ചൊല്ലി, സ്തോത്രങ്ങൾ ചൊല്ലി, സൂക്തങ്ങൾ ചൊല്ലി ഇത് ഇങ്ങനെ ഒരു രക്ഷാകവചം ചെയ്യിക്കുമ്പോൾ ഈ നന്ദഗോപർക്കും യശോദാമയ്ക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു, എന്താ ഇവരുടെ ഈ സൂക്തങ്ങൾ ഒന്നും തന്നെയും പാഴായി പോകില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ബാലകമാദായ, ബാലകം ആദായ, ബാലകം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിക്ക്, കുട്ടിക്ക്, ആദായ എടുത്തിട്ട്, പ്രകാരം ഇങ്ങനെ രക്ഷകളൊക്കെ ചെയ്തിട്ട് ഉണ്ണിയെ വാരി അങ്ങോട്ട് എടുത്ത്, എന്നിട്ടോ സാമർഗ്യജുരൂപാകൃതൈ, സാമം ഋക്ക് യജു, യജുസ് അഥവാ ആ യജുർവേദം, ഇത് മൂന്നും ഉപാകൃതൈ മുതലായവയിലെ മന്ത്രങ്ങളൊക്കെ കൊണ്ട് ജപിച്ചതായും, അപ്പോൾ സാമവേദം, ഋഗ്വേദം, യജുർവേദം തുടങ്ങിയ വേദങ്ങളിലെയൊക്കെ മന്ത്രങ്ങൾ കൊണ്ട് ജപിച്ചതായും ഉള്ള ജലൈഹി, ജലൈ എന്ന് പറഞ്ഞാൽ ജലം കൊണ്ട്, പവിത്രൗഷധിഭിരഭിഷിജ്യ, പവിത്രൗഷധിഭിഹി, പവിത്രമായ പരിപാവനമായ ഔഷധങ്ങൾ ചേർത്തതുമായ ജലം കൊണ്ട്, അഭിഷിജ്യ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്തിട്ട്, ആര്, ദ്വിജോത്തമൈഹി, ഈ ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെ കൊണ്ട് ഈ ഉണ്ണിക്ക്, അപ്പോൾ എന്തെല്ലാമാണ് ഈ ഉണ്ണിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് നോക്കൂ. യശോദാമയും ആ നന്ദഗോപരും അതുപോലെ തന്നെ ഗോകുലവാസികളൊക്കെയും ആദ്യം പുരുഷ സൂക്തങ്ങൾ മുതലായ സൂക്തങ്ങൾ ചൊല്ലി വേണ്ട രക്ഷകളൊക്കെ ചെയ്യുന്നു. അതിനുശേഷം സാമം, ഋക്ക്, യജുർ തുടങ്ങിയ വേദങ്ങളിലെ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് പരമപവിത്രമായിട്ടുള്ള ജലത്തിൽ പലതരത്തിലുള്ള പരിശുദ്ധമായ ഔഷധങ്ങൾ കൂടി ചേർത്ത് ആ ജലം കൊണ്ട് ഈ ഉണ്ണിക്ക് അഭിഷേകം ചെയ്യിച്ചു. ഈ ആരെ കൊണ്ട്? ഈ ബ്രാഹ്മണ ശ്രേഷ്ഠരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ നോക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം. ഇതി ബാലകമാദായ സാമർഗ്യജുരുപാകൃതൈ ജലൈ പവിത്രൗഷധിഭിരഭിഷിജ്യ ദ്വിജോത്തമൈ. ഇത് ചിലപ്പോൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നേക്കാം. ആദ്യത്തെ വരി ഇതി ബാലകമാദായ, ബാലകം ആദായ ആണ്, അതുകൊണ്ട് മാ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നതായതുകൊണ്ട് തന്നെ ബാലകമാദായ, മായ്ക്ക് അകാരം എടുത്തു പറയുക. പിന്നെ അടുത്ത സാമർഗ്യജുരുപാകൃതൈ, സാമ ഋഗ് യജു ഉപാകൃതൈ, അത് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു വിസർഗം കൂടി അവിടെയുണ്ട്. അടുത്തത് ജലൈ, അവിടെയും വിസർഗമുണ്ട്. പിന്നെ അടുത്തതാണ് വായിക്കുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വാക്ക് പവിത്രൗഷധിഭിരഭിഷിജ്യ, അത് ചേർത്ത് വായിക്കുകയും വേണം. എന്നാൽ ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടും. പവിത്രൗഷധിഭിരഭിഷിജ്യ ആണ്, അതുകൊണ്ട് ആ രണ്ടെണ്ണത്തിന് ജോയിൻ ചെയ്യാനാണ് രാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിക്കുക. പവിത്രൗഷധിഭിരഭിഷിജ്യ, രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്ത ദ്വിജോത്തമൈ, അവിടെയും വിസർഗമുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക. ഇത്തരം കാര്യങ്ങളാണ് 14-ാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി 15-ാമത്തെ ശ്ലോകം. വാചയിത്വാ സ്വസ്ത്യയനം നന്ദഗോപഃ സമാഹിത ഹുത്വാ ചാഗ്നിം ദ്വിജാതിഭ്യ പ്രാദാദന്നം മഹാഗുണം. വാചയിത്വ എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുക്കുക. എന്താ? സ്വസ്തി അയനം, സ്വസ്തി മന്ത്രങ്ങളൊക്കെ
ചൊല്ലിക്കുകയും പിന്നെയോ നന്ദഗോപ സമാഹിത, നന്ദഗോപര സമാഹിത എന്ന് പറഞ്ഞാൽ വളരെയേറെ അങ്ങോട്ട് ശാന്തമായ മനസ്സോടുകൂടി. ഇപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ ഒരു സമാധാനമായി, ഉണ്ണിക്ക് വേണ്ട രക്ഷകളൊക്കെ തങ്ങളാലാവും വിധം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സമാധാനത്തോടു കൂടി നന്ദഗോപര് ഹുത്വാ ചാഗ്നിം ദ്വിജാതിഭ്യ പ്രാതാദന്നം മഹാഗുണം. ഹുത്വാ ഹോമിച്ചിട്ട്. അപ്പോൾ ഈ പുണ്യാഹത്തെ അഥവാ ഈ ഒരു സ്വസ്തി മന്ത്രത്തെ ഉരുവിട്ടിട്ട് ബ്രാഹ്മണരെ കൊണ്ട് ഈ സ്വസ്തി മന്ത്രമൊക്കെ ഉരുവിടിയിച്ചു. പിന്നെയോ എന്നിട്ട് ഒരൽപ്പം മനസ്സമാധാനത്തോടു കൂടി മനസ്സൊന്ന് ശാന്തമാക്കിക്കൊണ്ട് നന്ദഗോപര് ഹുത്വ ചാഗ്നിം, ഹുത്വ എന്ന് പറഞ്ഞാൽ ഹോമിച്ചു. എന്താ? ചാഗ്നിം, അഗ്നിയിൽ ഹോമിച്ചു. എന്താ? ദ്വിജാതിഭ്യ പ്രാതാദന്നം മഹാഗുണം. ദ്വിജാതിഭ്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണാദികൾക്കായിക്കൊണ്ട് പിന്നെന്താ ചെയ്തത്? പ്രാതാദന്നം മഹാഗുണം. പ്രാതാത്ത് എന്ന് പറഞ്ഞാൽ കൊടുത്തു. എന്താ? അന്നം, അവർക്ക് ഭക്ഷണത്തെ കൊടുത്തു. ഈ ബ്രാഹ്മണർക്കായിക്കൊണ്ട് മഹാഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളോടും കൂടിയ, എല്ലാ രസങ്ങളോടും കൂടിയ, വളരെ സ്വാദിഷ്ടമായ. അപ്പോൾ നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, സാമം, ഋക്ക്, യജുർ വേദങ്ങളിലെ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് പവിത്രമായിട്ടുള്ള ജലത്തെ, അതിൽ തന്നെ പവിത്രമായിട്ടുള്ള പല ഔഷധങ്ങളും ചേർത്ത് ഉണ്ണിക്ക് അഭിഷേകം ചെയ്യിച്ചു. പിന്നെയോ സ്വസ്തിവാചകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഈ അഗ്നിയിൽ പലതും ഹോമിച്ചിട്ട് ഇത്രയുമൊക്കെ ആയപ്പോൾ മനസ്സിന് സമാധാനം കിട്ടിയ നന്ദഗോപരാകട്ടെ ആ ബ്രാഹ്മണർക്കായിക്കൊണ്ട്, തൻ്റെ ഉണ്ണിക്ക് വേണ്ടി ഇത്രയേറെ ചെയ്ത ആ ബ്രാഹ്മണർക്കായിക്കൊണ്ട് അന്നം മഹാഗുണം പ്രാതാത്, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണത്തെ നൽകി. പ്രാതാത് എന്ന് പറഞ്ഞാൽ കൊടുത്തു, നൽകി എന്നർത്ഥം. ഇനി നമുക്ക് 15ാമത്തെ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വാചയിത്വാ സ്വസ്ത്യയനം നന്ദഗോപഃ സമാഹിതഃ ഹുത്വാ ചാഗ്നിം ദ്വിജാതിഭ്യ പ്രാതാദന്നം മഹാഗുണം. ഞാൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നന്ദഗോപഃ സമാഹിതഃ, രണ്ടിടത്തും വിസർഗമുണ്ട്. അതേപോലെ ചാഗ്നിം, ച അഗ്നിമാണ്, അതൊന്ന് ചാഗ്നിം, അത് അകാരം ഒന്ന് എടുത്തു പറയുക. പിന്നെ അടുത്തത് ദ്വിജാതിഭ്യ, അവിടെ ഒരു വിസർഗമുണ്ട്. അടുത്തത് പ്രാതാദന്നം മഹാഗുണം, പ്രാതാത് അന്നമാണ്, അതുകൊണ്ട് ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 16ാമത്തെ ശ്ലോകം. ഗാവഃ സർവഗുണോപേത വാസസൃഗ്രുക്മമാലിനി ആത്മജാഭ്യുദയാർത്ഥായ പ്രാതാത്തേ ചാൻവയുഞ്ജത. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഗാവഃ സർവഗുണോപേത, ഗാവ എന്ന് പറഞ്ഞാൽ പശുക്കളെ. എങ്ങനെയുള്ള പശുക്കളെ? സർവഗുണോപേത, എല്ലാ ഗുണങ്ങളോടും കൂടിയതായിട്ടുള്ള പശുക്കളെ. വാസസൃഗ്രുക്മമാലിനി എന്ന് പറഞ്ഞാൽ വാസസൃഗ് രുക്മമാലിനി, വസ്ത്രം, പൂമാല, അതേപോലെ രുക്മമാലിനി പൊൻചങ്ങല എന്നിവയാലൊക്കെ അലങ്കരിക്കപ്പെട്ടവയുമായിട്ടുള്ള, പിന്നെയോ ആത്മജാഭ്യുദയാർത്ഥായ, ആത്മജ അഭ്യുദയാർത്ഥായ, ആത്മജ എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രൻ്റെ, അഭ്യുദയാർത്ഥായ അവൻ്റെ അഭിവൃദ്ധിക്കായിക്കൊണ്ട്, അവൻ്റെ എല്ലാ തരത്തിലുമുള്ള ശ്രേയസ്സിനായിക്കൊണ്ട്
പ്രാദാത്തേ. പ്രാദാത്ത് തേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാദാത്തേ. പ്രാദാത്ത് എന്ന് പറഞ്ഞാൽ കൊടുത്തു, തേ എന്ന് പറഞ്ഞാൽ അവരും. ചാൻവയുഞ്ചത, ച അൻവയുഞ്ചത, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ചാൻവയുഞ്ചത. ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരും, അതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അൻവയുഞ്ചത എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു. അപ്പോൾ ബ്രാഹ്മണർക്കും ഇവിടെ സന്തോഷമായി. എന്താ? എല്ലാ ഗുണങ്ങളോട് കൂടിയതും എന്ന് പറഞ്ഞാൽ ലക്ഷണം തികഞ്ഞതായിട്ടുള്ള, ധാരാളം പാല് കിട്ടുന്നതായിട്ടുള്ള ധാരാളം പശുക്കളെ, അതേപോലെ തന്നെ ആ പശുക്കളെ എങ്ങനെയാണ് കൊടുത്തത്? വസ്ത്രം, പൂമാല, സ്വർണ്ണമാല എന്നിവ കൊണ്ട് അലങ്കരിച്ചവയായിട്ടുള്ള പശുക്കളെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വസ്ത്രം ഇതൊക്കെ ദാനം കൊടുക്കുന്നത് തന്നെ, പ്രത്യേകിച്ചും ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നത് തന്നെ ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഗോക്കളെ കൊടുത്തതുപോലും ഇവയെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടാണ് കൊടുക്കുന്നത്. വസ്ത്രം, അതേപോലെ തന്നെ സ്വർണ്ണമാല, പൂമാല, ഇതൊക്കെ അണിയിപ്പിച്ചാണ് ഗോക്കളെ അലങ്കരിച്ചത്. അതോ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ധാരാളം പാലുള്ളതായിട്ടുള്ള പശുക്കളെ, ധാരാളം പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആത്മജ അഭ്യുദയാർത്ഥായ, തൻ്റെ പുത്രൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി, ശ്രേയസ്സിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൊടുത്തു. അതുകൊണ്ട് തന്നെ അവരും വളരെ സന്തുഷ്ടരായി അനുഗ്രഹിച്ചു. ബ്രാഹ്മണരും അവരുടെ മനസ്സ് നിറഞ്ഞു തന്നെ അവർ ഈ ഉണ്ണിയെ അനുഗ്രഹിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗാവഃ സർവഗുണോപേത വാസസൃഗ്രുക്മമാലിനി ആത്മജാഭ്യുദയാർത്ഥായ പ്രാദാത്തേ ചാൻവയുഞ്ചത. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗാവഃ സർവഗുണോപേത, അവിടെ സ കൂട്ടക്ഷരമാണ്, അതൊരല്പം ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. അതേപോലെ വാസസൃഗ്രുക്മമാലിനി, വാസ അവിടെ ഒരു വിസർഗമുണ്ട്, അത് ശ്രദ്ധിച്ച് വായിക്കുക. സൃഗ്രുക്മമാലിനി, അവിടെ സൃഗ് രുക്മമാലിനി എന്ന് വരുന്നിടത്ത് സൃഗ്രുക്മമാലിനി, അവിടെ ദീർഘവുമുണ്ട്. വാസസൃഗ്രുക്മമാലിനി, ദീർഘവുമുണ്ട്, നീട്ടിയെടുക്കുകയും വേണം ഈ കാരം. അതേപോലെ വിസർഗവുമുണ്ട്. ആത്മജാഭ്യുദയാർത്ഥായ, ആത്മജ അഭ്യുദയാർത്ഥായ, അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്ത പ്രാദാത്തേ, അവിടെ പ്രാദാത്ത് തേയാണ്, പക്ഷെ പ്രാദാത്തേ കൂട്ടക്ഷരമായതുകൊണ്ട് കട്ടിയിൽ വായിക്കുക. പിന്നെ അടുത്ത ചാൻവയുഞ്ചത, ച അൻവയുഞ്ചത ആണ്, അതുകൊണ്ട് ചാൻവയുഞ്ചത, അത് ശ്രദ്ധിച്ച് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അടുത്തത് 17ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.